നമസ്കാരം, ഞാൻ രാജേഷ് കുമാർ. ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം, ഇന്ന് രാവിലെ പത്രം എടുത്തപ്പോൾ തൃപ്പൂണിത്തുറ സ്കൂളിൽ 5 വിദ്യാർത്ഥികൾ ചേർന്ന് ബാത്റൂമിലിട്ട് വേറൊരു കുട്ടിയെ ഇടിച്ച് മൂക്കിന്റെ പാലമൊക്കെ തകർത്ത് ആള് ഇത്തിരി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ്. ഇത് ഓരോ ദിവസവും ഇതുപോലുള്ള വാർത്തകളും സംഭവങ്ങളും ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം നമ്മുടെ ഇവിടുത്തെ നിയമവ്യവസ്ഥിതി മാറാത്തത് കൊണ്ടാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാര് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ ആ ഒരു കുട്ടിയെ എല്ലാവരും കൂടി ഇടിച്ച് കൊന്ന് തീർത്ത് കളഞ്ഞു. എന്നിട്ട് പോലും അവർക്ക് വേണ്ട സംരക്ഷണം കൊടുത്ത് അവരെ പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുപോകുന്നു. എന്ത് ചെലവ് വഹിച്ചാണ് അവരെ പരീക്ഷ എഴുതിക്കണം? അവർ പഠിച്ചു വളർന്നു കൊടുത്ത വലിയ മന്ത്രിമാരാകേണ്ട ആൾക്കാരാണല്ലോ. അപ്പോൾ അവരെ പരീക്ഷ എഴുതിക്കാൻ പറ്റില്ല. പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ പരീക്ഷ എഴുതിക്കില്ല. ഒരാളെ കൊന്നുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല, പോലീസ് സംരക്ഷണത്തിൽ പ്രൊട്ടക്ഷനോട് പരീക്ഷ എഴുതിക്കുന്നു. എന്ത് സർക്കാരാണ് ഇവിടെ നിലനിൽക്കുന്നത്? എല്ലാം ശരിയാക്കി തരാൻ നമുക്ക് ഇതാണ് ഇവിടെ കാട്ടിക്കൊടുക്കുന്നത്. കേരളം നശിച്ചു. ഇവിടെ മയക്കുമരുന്നിന്റെ ലഭ്യത കണ്ടെത്താനും അത് വേരോടെ പിഴുതെറിയാനും നശിപ്പിക്കാനും ഇവിടുത്തെ ഏത് സർക്കാരിന് മാറി വരുന്ന സർക്കാരുകൾക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും സാധിക്കില്ല. കാരണം ഇതൊക്കെ പിന്തിരിഞ്ഞ് കണ്ടെത്തി ഇതിനൊക്കെ പിന്നിൽ ഇവരുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പരിധിവരെ നമ്മൾ അങ്ങനെ ചിന്തിക്കണം. കാരണം ഇവിടെ ഈ MDMA എന്ന സാധനം പണ്ട് കാലത്ത് വളരെ റെയർ. 1 ഗ്രാം അവിടെ പിടികൂടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ 1/2 കിലോ 1/4 കിലോ 1 കിലോ ഒക്കെ പിടിച്ചു തുടങ്ങി. അത്രത്തോളം മുൻപിലേക്ക് എത്തി കേരളം, അത്രയേറെ മുൻപന്തിയിലേക്ക്. ഇനി അത് 5 കിലോ, ഇനി അവസാനം അത് ബിവറേജ് വഴി വിൽക്കുന്ന ഒരു തരത്തിലേക്ക് വരെ എത്താൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പോ രാവിലെ 24 ചാനലിൽ കേട്ട വാർത്ത, നമ്മുടെ ഇളമക്കരയിൽ 12 വയസ്സുള്ള ഒരു കുട്ടി വീട്ടിൽ നിന്ന് 3 ലക്ഷം രൂപ മോഷ്ടിച്ചുകൊണ്ട് സൈക്കിളിന് നെടുമ്പാശ്ശേരി പോയി സാധനം മേടിച്ചുകൊണ്ട് വീട്ടിലുള്ള സഹോദരി 10 വയസ്സുള്ള സഹോദരിക്ക് കൊടുക്കാറുണ്ട്. അത്രത്തോളം മുൻപിലേക്ക് എത്തി കേരളം മുൻപന്തിയിൽ. ഇവർക്ക് ഇതിനൊക്കെ നേരമല്ലേ ഉള്ളൂ ഈ സർക്കാരിന്. ഇവരുടെ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള കൊടിയും കെട്ടി വട്ടമേശ സമ്മേളനം നടത്തി ഇവരുടെ കേസും ഇവരുടെ കുടുംബം സംരക്ഷിക്കാനുള്ള കാര്യങ്ങളല്ലാണ്ട് നമ്മുടെ നാടിനും വരുന്ന തലമുറയ്ക്കും വേണ്ടി എന്തെന്നാണ് ഇവർ ചെയ്യുന്നത്? നമ്മുടെ ഇവിടുത്തെ പുതിയ തലമുറയിലുള്ള ഈ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ രാഷ്ട്രീയക്കാര് രാഷ്ട്രീയവും ജാതിയും മതവും ഒക്കെ മറന്ന് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഇവിടെ മാറി വരുന്ന സർക്കാരുകൾക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല. ഇവർ അതാത് സമയത്ത് അവരുടെ സംസ്ഥാന സമ്മേളനം, അവരുടെ മീറ്റിങ്ങുകളും റാലിയൊക്കെ നടത്തി അവരങ്ങോട്ട് അടിച്ചു പൊളിച്ച് മുന്നോട്ട് വേണം. ഈ കാലഘട്ടം കഴിഞ്ഞാൽ വരുന്ന തലമുറ ഇവിടെ എന്തായിരിക്കും എന്ന് ചിന്തിക്കാൻ ഇവർക്കൊന്നും ചിന്തിക്കാനുള്ള ബോധമില്ലാഞ്ഞിട്ടല്ല. അവരുടെ മക്കളൊക്കെ സേഫാണ്. അതൊക്കെ അന്യനാടുകളിലും പല രാജ്യങ്ങളായിട്ട് അവരുടെ ഒരു 10 തലമുറയ്ക്ക് കഴിയാനുള്ളത് സമ്പാദിച്ച് കഴിഞ്ഞു. ഇനി 11ാമത്തെ തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അടുത്ത തെരഞ്ഞെടുപ്പിലും മുൻപന്തിയിലേക്ക് വരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ സാധാരണക്കാരായ മനുഷ്യർ മനസ്സിലാക്കണം. ദൈവത്തെ ഓർത്ത് ഇവിടുത്തെ അമ്മമാര് ആക്റ്റീവായിട്ട് രാഷ്ട്രീയവും ജാതിയും മതമൊക്കെ മറന്ന് ഒരുമിച്ച് രംഗത്തിറങ്ങി ഇതിന് വേണ്ട ഒരു തീരുമാനം എടുക്കുന്ന തരത്തിലേക്കുള്ള പ്രക്ഷോഭവുമായിട്ട് ഇറങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയെയും കരിവാരിത്തേക്കാനോ ഒന്നിനുമല്ല. നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ, നമ്മുടെ പുതിയ തലമുറയെ, നല്ലൊരു തലമുറയെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മുടെ സർക്കാരുകൾ, മാറി വരുന്ന സർക്കാരുകൾ എന്ത് ശ്രമമാണ് ഇവിടെ ചെയ്യുന്നത്? ഇവിടെ മദ്യവിൽപ്പന ശക്തമാക്കുകയാണ്. സർക്കാർ ശക്തമാക്കുകയാണ് മദ്യവിൽപ്പന. 60 രൂപ 70 രൂപ ചെലവ് വരുന്ന സാധനം 600 650 900 രൂപയ്ക്ക് എങ്ങനെ വിറ്റ് ലാഭം ഉണ്ടാക്കി സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ചിന്തിക്കുന്ന ആളുകൾ ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. പിന്നെ എങ്ങനെ നമ്മുടെ നാട് നന്നാവും? പിന്നെ ഒരു കാര്യം കൂടി, ഈ MDMA കഞ്ചാവും പോലുള്ള സാധനങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് സുലഭമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഒഴുകുകയാണ്. ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഈ മയക്കുമരുന്നുകൾ നമ്മുടെ ഇവിടുത്തെ കൊച്ചുകുട്ടികളും ഓരോ സ്കൂളുകളുടെ പരിസരങ്ങളിലുമായി ഇവർ റാക്കറ്റുകൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുകയും നമ്മുടെ തലമുറയെ വഴിതെറ്റിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഈ മയക്കുമരുന്ന് പ്രശ്നങ്ങളിൽ പിടിക്കപ്പെട്ടാൽ തക്കതായ ശിക്ഷ നൽകി പുറം ലോകം കാണാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിൽ മാറ്റിയെഴുതുന്ന രീതിയിൽ കൊന്നുകളയാവുന്ന രീതിയിലുള്ള ഒരു നിയമം ഉണ്ടാക്കി കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനെ ചെയ്താൽ വീണ്ടും ഇത് ആവർത്തിക്കാൻ സാധ്യത കുറവായിരിക്കും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ആ ഒരു കൊച്ചുകുട്ടിയെ 5-6 പേരോടി ഇടിച്ച് കൊന്നു കളഞ്ഞില്ലേ? എന്നിട്ട് അവന്മാരുടെ ആ ഡയലോഗ് വാട്സാപ്പിൽ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഒരുപാട് കേട്ടു. അവർ ആസൂത്രണം, നമ്മൾ ഇത്രയും പേരോട് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ട് ചെയ്യാറാണെന്നാണ് പറഞ്ഞത്. തട്ടിക്കളയെന്ന് പറഞ്ഞാൽ എന്നിട്ട് അവർക്ക് സംരക്ഷണം കൊടുത്ത് പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുപോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ തൃപ്പൂണിത്തുറ റിലീസ് സംഭവം. എന്താ കാരണം ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പിള്ളേരുടെ മനസ്സിൽ ഒരു അടിത്തറ പാകി കൊടുത്തേക്കാണ്. അതുകൊണ്ടാണ് ഇത് വീണ്ടും ആവർത്തിക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ പോലീസുകാർക്ക് കേരള പോലീസ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ അവർക്ക് നിയമം നടപ്പാക്കാനുള്ള നിയമ സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണം. കൊച്ചു കുട്ടികളെ പോലും മയക്കുമരുന്നിനും കഞ്ചാവിനും ഒക്കെ അടിമപ്പെടുത്തി കൊണ്ടുപോകുന്ന റാക്കറ്റുകളെ പിടിച്ചാൽ അവരെ കൈകാര്യം ചെയ്യാനുള്ള അവസരം പോലീസിന് കൊടുക്കണം. ഇനി വധശിക്ഷ നടപ്പാക്കാൻ നിയമമില്ലെങ്കിൽ ഇവരെ വണ്ടി കയറ്റി കൊണ്ടുപോകണ വഴിക്ക് പുറത്തേക്ക് ഇറക്കിയിട്ട് വെടിവെച്ച് കൊന്നു പറഞ്ഞേക്കണം. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ആക്രമിക്കുന്നതിന് വെടിവെച്ച് കൊന്നു പറഞ്ഞേക്കണം. അത്തരത്തിലേക്ക് പോലീസുകാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്താൽ ഒരു പരിധിവരെ നമ്മുടെ പുതിയ തലമുറ രക്ഷപ്പെടും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടുത്തെ ജനകീയ പോലീസ് സംവിധാനം നിർത്തലാക്കണം. ജനകീയ പോലീസ് സംവിധാനം വന്നതിന് ശേഷം പോലീസിനെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും പേടിയില്ലാത്ത രീതിയിലേക്ക് മാറി നമ്മുടെ സംസ്ഥാനത്ത്. അതുകൊണ്ട് ഈ സംവിധാനങ്ങളൊക്കെ മാറ്റി പോലീസിനെ ഭയപ്പെടുന്ന രീതിയിൽ, പോലീസിനെ കണ്ടാൽ തെറ്റ് ചെയ്യുന്നവന് ഒരു ഭയപ്പെടുന്ന രീതിയിലുള്ള നിയമവ്യവസ്ഥിതി ഇവിടെ ഉണ്ടാകണം എന്നാണ് എൻ്റെ പൂർണ്ണമായ അഭിപ്രായം. അതിനുവേണ്ടുന്ന എല്ലാ നടപടികളും നമ്മുടെ സർക്കാരുകൾ
തീരുമാനിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി കേന്ദ്രത്തിൻ്റെതായ സഹകരണം ആവശ്യമുണ്ടെങ്കിൽ കേന്ദ്രമന്ത്രിയുമായി നമ്മുടെ സുരേഷ് ഗോപി സാറുമായിട്ടൊക്കെ സംസാരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും പല സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഒക്കെ ആയി ചേർന്നൊരു രാഷ്ട്രീയം മറന്ന് പൂർണ്ണമായ ഒരു ചർച്ച നടത്തി നമ്മുടെ നിയമവ്യവസ്ഥകൾ മാറ്റി എഴുതപ്പെടേണ്ടതുണ്ടെങ്കിൽ അത് പറഞ്ഞ് തിരുത്തി മാറ്റി എഴുതിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതിനു വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഇവിടുത്തെ അമ്മമാരിൽ നിന്നും ഇവിടുത്തെ ഓരോ വീടുകളിൽ നിന്നും നിങ്ങൾ ഒപ്പ് ശേഖരണം നടത്തുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് എൻ്റെ വിനീതമായ അഭിപ്രായമാണ്. നന്ദി, നമസ്കാരം.